ഇതേ ഇന്ന് ഇത് കണ്ടോ, ഇത് മുരിങ്ങയിലയും കൊണ്ട് നമുക്ക് ഇന്നൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുരിങ്ങയില, ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങയുണ്ട്. മുരിങ്ങയില പറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കഴുകി വാരി ഒന്ന് വെള്ളം മാറാനായിട്ട് വെക്കാം കേട്ടോ. മുരിങ്ങയില കറിക്കായിട്ടുള്ള അരപ്പാട്ടോ ഇത്. അതിനായിട്ട് ഞാൻ തേങ്ങയും പിന്നെ നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി 2 കഷ്ണമുണ്ട്, മഞ്ഞൾപ്പൊടി, ഇത് ഉണക്കമുളകില്ലേ, ഉണക്കമുളകിൻ്റെ അരിയാണ്. പിന്നെ ചെറുജീരകം, പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറുജീരകമാണ് വേണ്ടത്. എനിക്കൊക്കെ കുറേ നാൾ എനിക്ക് അറിയില്ലായിരുന്നു പെരുംജീരകവും ചെറുജീരകവും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഞാൻ ഈ എന്താ പറയുക, എൻ്റെ കോളേജ് കാലഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചെറുജീരകത്തിന് പകരം പെരുംജീരകം ചേർക്കുമായിരുന്നേ. ഇത് നമ്മൾ ഈ ജീരക വെള്ളം ഉണ്ടാക്കില്ലേ, ആ ജീരകം കേട്ടോ ഈ മുരിങ്ങയില കറിക്കൊക്കെ ഉപയോഗിക്കേണ്ടത്. ഇത് കേട്ടോ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, ഉണക്കമുളകിൻ്റെ അരിയാണ് ഞാൻ ഈ എടുത്തേക്കണത് എരിവിനായിട്ട്. ഉണക്കമുളക് വന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ കണ്ട അതിങ്ങനെ ഇടണം. ഇതിൽ നിന്ന് അരിയെല്ലാം എടുത്ത് അരയ്ക്കാൻ ഉപയോഗിക്കുക. എന്നിട്ട് ഇത് നമുക്ക് കടുക് കളിക്കാൻ എടുക്കാം കേട്ടോ. നമ്മൾ അരപ്പ് നല്ലോണം അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഉള്ളി, വെളുത്തുള്ളി, ചെറുജീരകം, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി ചേർക്കാം. പിന്നെ മുളകിൻ്റെ തരി കേട്ടോ, മുളകിൻ്റെ അരിയില്ലേ, അരി അതാണ്. പിന്നെന്താ, ഇനി കടുക് കളിക്കാം കേട്ടോ. ഇപ്പോൾ കടുക് കളിച്ചില്ലേ, കടുക് കളിച്ച ശേഷം നമുക്ക് ചുവന്നുള്ളി ഇട്ടു, ഉണക്കമുളക് ഇട്ടു. ഇനി ഇതേ ആ കഴുകി വാരി വെച്ചേക്കണ മുരിങ്ങയില ചേർത്തുകൂടെ. ഈ മുരിങ്ങയില ഒന്ന് നല്ലോണം ഒന്ന് ഇതാകണം കേട്ടോ. കടുകടുക എന്താ പറയുക, ഒരു ഒച്ച വെക്കണം, അതുപോലെ ആകണം, മൊരിയണം. അത്ര മൊരിഞ്ഞിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാനിട്ട്. ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് പെട്ടെന്ന് നിർത്തണം കേട്ടോ. മോരുകറിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ വെള്ളം ചേർത്തിട്ട് അപ്പം തന്നെ നിർത്താം കേട്ടോ. അധികം അങ്ങ് തിളയ്ക്കാൻ അനുവദിക്കണ്ട, അധികം വെള്ളം ചേർക്കുകയും വേണ്ട. വെള്ളം കൊണ്ട് ചേർത്തിട്ട് തിളയ്ക്കാൻ അനുവദിക്കരുത്, ഒന്ന് ചൂടായാൽ മതി കേട്ടോ. എന്നിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് ഈ കറി വാങ്ങിയെടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും കൂടി വെള്ളം ചേർക്കും, അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ ചേർത്ത് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ ടേസ്റ്റുള്ള കറിയെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് നല്ല പോഷകസമൃദ്ധമായ കറിയാണ്. മുരിങ്ങയിലയുണ്ട്, തേങ്ങയുണ്ട്, ഉണ്ടോ, വെളിച്ചെണ്ണയൊക്കെ ചേർത്ത്, വെളുത്തുള്ളി, ഉള്ളി എല്ലാത്തിൻ്റെ സത്തുണ്ട്, മഞ്ഞളും കേട്ടോ. പോഷകസമൃദ്ധമായ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.